സൗണ്ടൊന്നും ശരിയാകത്തില്ല പാടാം. ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് കടക്കാം. വേണ്ടെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. വേണ്ടെന്ന് വിചാരിക്കുന്നതിന്റെ മെയിൻ കാരണം, ഒന്ന്, ഞാൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് രേണുസുതിയെ കുറിച്ച് തന്നെയാണ്. രേണുസുതിയുടെ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആ ഒരു പ്രോസസ്സിംഗിൽ കടന്നപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ ഇനി അധികം ചെയ്യുന്നില്ല. കാരണം എന്ത് കാണിച്ച് ഒരു ക്യാൻസർ പേഷ്യന്റ് അല്ലേ, നമ്മൾ വിമർശിക്കുന്നതിനും പരാതികൾ പറയുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ട്, പോട്ടെ നമ്മളത് വിട്ടു എന്ന് പറഞ്ഞായിരുന്നു. എന്ന പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഇട്ട് തരുന്നുണ്ടായിരുന്നു അല്ലെ. ഇടയ്ക്ക് നമ്മുടെ പള്ളിയിൽ അച്ഛനെ നിർത്തിക്കൊണ്ട് തന്നെ ചെയ്തു. പള്ളിയിൽ അച്ഛൻ എനിക്ക് അറിഞ്ഞുകൂടാ, പുള്ളി എൻ്റെ ഇടയ്ക്ക് കിച്ചുവിനെ പറ്റി പരാമർശിച്ചുകൊണ്ട് വീഡിയോ ഇട്ടു. നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ പല റിയാക്ഷൻ വ്ലോഗേഴ്സും അതെടുത്ത് റിയാക്ട് ചെയ്തു. അതിനുശേഷമാണെങ്കിൽ ഞാൻ പിന്നെ അതിനധികം പോയില്ല. കാരണം എങ്ങനെ തിരിഞ്ഞാലും എന്താ ബൂമറാങ് പോലെ തിരിഞ്ഞ് രേണുവിന്റെ മണ്ടയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. അപ്പൊ ആ ഒരു കാരണത്താൽ പിന്നെ ഞാൻ അതിന്റെ പുറകെ പോയില്ല സത്യമായിട്ടും. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ രേണുസുതി രംഗത്ത് വീണ്ടും നല്ല ഊർജവത്തോടെ തിരിച്ചു വന്നു, ഇന്റർവ്യൂ കൊടുത്തു. അപ്പൊ ഞാൻ വിചാരിച്ചു, എടാ ക്യാൻസർ ഒക്കെ കഴിഞ്ഞു വന്നപ്പം സർവൈവിങ് വീഡിയോ ആയിരിക്കും എന്ന് വിചാരിച്ചു പാർട്ട് 1 ഞാൻ കണ്ടു. പാർട്ട് 1 കണ്ടതേ എനിക്ക് നല്ല കലി വന്നു. അന്നേരം ഈ കാര്യം മനസ്സിലായി, എന്തിനാണ് രേണുസുതി ഇപ്പോൾ ഇന്റർവ്യൂ കൊടുത്തതെന്നുള്ളത്. ഒന്ന്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാവാം. 2, ഈ ലൈവ് സ്ട്രീമിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നൊരു വ്യക്തി പെട്ടെന്ന് ഒരു മൂലയിലേക്ക് മാറ്റപ്പെടുകയാണ്. ഇപ്പൊ രേണുസുതിയെ പറ്റി ആരും പറയുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല, ഒരു നിൽക്കുന്നില്ലാത്തൊരു സിറ്റുവേഷൻ. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന മിക്കപ്പോഴും ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അതിലുപരി സാമ്പത്തികം ഉണ്ടാവും. പിന്നെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇപ്പം എയറിൽ നടക്കുന്ന ഒരു കാര്യമാണ്, കിച്ചുവിനെ ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചു. അപ്പം കിച്ചു ബിഗ് ബോസിലേക്ക് എത്തുകയാണെങ്കിൽ ഒരിക്കൽ പോലും ഒരു നല്ല സപ്പോർട്ടോട് എത്താൻ പാടില്ല, അല്ലെങ്കിൽ അവൻ അവിടെ വിൻ ചെയ്യാൻ പാടില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രേണു സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നില്ലേ, അതിനു മുമ്പേ അവൻ അവിടുന്ന് എലിമിനേറ്റ് ആയി പുറത്തു വരണം. ചിലപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും പുള്ളിക്കാരി ഇന്റർവ്യൂ കൊടുത്തതെന്ന്. അത് പൂർണ്ണമായും സത്യമാണ് എന്നുള്ള തെളിവാണ് സെക്കൻഡ് പാർട്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. സെക്കൻഡ് പാർട്ട് അത് ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് ഞാൻ ചാനലിനെ മൂവി വേൾഡ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലാണ്. മൂവി വേൾഡ് മീഡിയ ഈ ഒരു ചാനലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ചാനലിലാണ് പുള്ളിക്കാരിയുടെ ഇപ്പോഴത്തെ പുതിയ തന്ത്രങ്ങൾ. അപ്പൊ ഇതിനിടയ്ക്ക് ഇപ്പൊ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്, തീർത്താത്ത എന്ന് വിളിക്കുന്ന ഷെഫീന ബീവി. പുള്ളിക്കാരി ഇതിന്റെ ഓണറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, ആ പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനിപ്പോ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്തു? നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ രേണുസുതിയെ കുറിച്ച് മാത്രം സംസാരിച്ച് ചെയ്തിരുന്നാൽ പോരെ, എന്തിന് കിച്ചുവിനെ വലിച്ചഴിക്കുന്നു എന്ന് വെച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഒന്ന്, ഞങ്ങൾ പേയ്മെന്റ് കൊടുത്തിട്ടാണ് ഈ ഇന്റർവ്യൂ എടുത്തത്. 2, ഞങ്ങളായിട്ട് അങ്ങോട്ട് പോയതല്ല, ട്രീറ്റ്മെന്റിന് പൈസയില്ല, നല്ല ബുദ്ധിമുട്ടിലാണ്, അപ്പൊ നമുക്കൊരു ഇന്റർവ്യൂ ആവശ്യമാണ്, കംബാക്ക് ആവശ്യമാണ് എന്ന് ആവശ്യപ്പെട്ട് ഇവരായിട്ട്, അതായത് രേണുസുതിയും ടീമും ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇവര് ഇന്റർവ്യൂവിന് ചെന്നത്. അപ്പൊ സ്വാഭാവികം, കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ഇന്റർവ്യൂ. അപ്പം ഇവർക്ക് ഇവരുടെ ചാനൽ റൺ ചെയ്യണം, അത്യാവശ്യം ഹൈലെത്തണം. അപ്പൊ എന്താണ് വേണ്ടത്? അതിനു വേണ്ട കണ്ടന്റ് ഇതിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ഉണ്ടാക്കി എടുക്കണം. അതാണ് സംഭവം. അപ്പം അവർക്ക് വേണ്ടത് കണ്ടന്റ് ആണെങ്കിൽ രേണുവിന് വേണ്ടത് റീച്ചും അതുപോലെ തന്നെ നമ്മുടെ കിച്ചുവിന്റെ അധപ്പതനവുമാണ്. കാര്യം ഞാൻ കാണിച്ചു തരാം. മറ്റൊന്നും കൊണ്ടല്ല, ഒരു കുട്ടീനെ വളർത്തുക എന്ന് പറയുന്നത് ജന്മം കൊടുത്തവർക്ക് മാത്രമല്ല, കർമ്മം കൊണ്ടാണോ അച്ഛനും അമ്മയും അത് പൂർണ്ണമായ രൂപത്തിലെത്തുന്നത്. ജന്മം കൊടുത്തുകൊണ്ട് മാത്രം അത് കാര്യമാവുന്നില്ലല്ലോ. അപ്പം കിച്ചുവിനെ വളർത്തിയത് രേണു ആണ് രീതു പറയുന്നുണ്ട്. അതിൽ കിച്ചു തന്നെ പറയുന്നുണ്ട്, എന്നെ ഇവർ വളർത്തി, ഞാൻ ആ വീട്ടിൽ എങ്ങനെ കഴിഞ്ഞു, ഞാൻ അന്തർമുഖമായിട്ട് ജീവിച്ചു, ഗെയിം കളിച്ച് എൻ്റെ ദിവസങ്ങൾ കളഞ്ഞു, ഞാൻ ലഹരിക്ക് അടിമയായി, ഞാൻ പല തരത്തിലും കേസുകളിൽ പെട്ടു, ഇതെല്ലാം കിച്ചു പറഞ്ഞു. ഇപ്പോ അവിടുന്ന് പുറത്തു വന്നു, തൻ്റെ സുഹൃത്തുക്കളുടെയും അച്ഛൻ്റെ വീട്ടുകാരുടെയും സഹായത്തോടെ തിരികെ വന്നു, ഫ്ലവേഴ്സിന്റെ സഹായത്തോടെ പഠിക്കുന്നു. ഇപ്പോൾ സ്വന്തമായി ഒരു ബ്രാൻഡ് പുള്ളിക്കാരൻ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ആ കിച്ചുവിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള മുന്നോട്ടുള്ള ഓരോ ചുവടിലും അതിൽ ഒരു പൊൻതൂവലാണെന്ന് പറയാം ബിഗ് ബോസ് സീസൺ വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടി കടിഞ്ഞാണിടുക എന്ന് പറയുന്നതാണ് നമ്മുടെ രേണുസുതിയുടെ ഇന്റർവ്യൂ. അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ ഒന്ന് പോയി കാണണം.
ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ രേണുസുതി പറയുന്നുണ്ട്. ഒരമ്മ എന്ന നിലയിൽ ഒരു സ്ത്രീ ചെയ്യാനോ പറയാനോ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇതിനകത്ത് രേണുസുതി പറയുന്നത്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് കേൾക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് കേൾക്കാം. കൊള്ളാനുള്ള സമയത്ത് ഊറ്റിപ്പൊടിച്ചവര് പോലും എന്നെ ഒന്ന് വിളിച്ചു തിരക്കാത്ത അത്യാസ്. അതാണ് അത്യാസ്. അതായത് ഉണ്ടായിരുന്ന സമയത്ത് ആരും രേണുസുതി തിരിഞ്ഞു അതായത് സ്നേഹത്തോട് കൂടെ നിന്നവരാരും പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. അതെന്തുകൊണ്ടാ? ആൾക്കാരെ മനസ്സിലാക്കി കൂടെ നിർത്താനുള്ള കഴിവ് ആർക്കാ ഇല്ലാണ്ട് പോയത്? ആർക്കാ ഇല്ലാണ്ട് പോയത്? രേണുസുതി നിനക്കാണ് ഇല്ലാണ്ട് പോയത്. ആണല്ലോ. അപ്പൊ ആ ഒരു തെറ്റ് ആരെയും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. ചിരിക്കണ മുഖത്തോട് ചിരിക്കണ സമയത്ത് സന്തോഷത്തോടെ സമയത്ത് കൂടെ ഉണ്ടാവും. ആപത്ത് സമയത്ത് ഇവരാരും കൂടെ ഉണ്ടാവില്ല. അത് മനസ്സിലാക്കാതെ പോയതാണ് രേണുവിന് പറ്റിയ തെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത നമുക്കൊന്ന് കേട്ടു നോക്കാം. രക്തവും മാംസവും ഉണ്ടാകുന്ന സമയത്ത് ഊറ്റിപ്പൊടിച്ചവര് പോലും എന്നെ ഒന്ന് വിളിച്ചു തിരക്കാത്ത രക്തവും മാംസവും ഊറ്റി കുടിക്കുക എന്ന് പറയുമ്പോൾ രക്തം ഊറ്റി കുടിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയില്ലേ, പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മൾ ഉണ്ടാക്കിയ പൈസ നമ്മളിൽ നിന്ന് ഊറ്റിയെടുത്തവരാണ് കൂടെ ഉള്ളവരെന്ന് പറയുമ്പോൾ അതെല്ലാവരും വേണം. പക്ഷെ മാംസം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി എന്തിനെ ഇങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് നമുക്കൊരു എത്തവും പിടുത്തവും ഇല്ല. കാരണം പറയാതെ ആദ്യത്തെ ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട്, കിച്ചു ചെയ്ത കാര്യങ്ങൾ ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നില്ല. ഇതിപ്പോ കുറച്ച് നാളായിട്ട് പുള്ളിക്കാരി ഇങ്ങനെ പറയാണ്, കിച്ചു അത് ചെയ്തു, കിച്ചു ഇത് ചെയ്തു, പക്ഷെ ഞാൻ ആ കാര്യങ്ങൾ പറയില്ല, അത് മാന്യത മനസാക്ഷി കാരണമാണെന്ന്. സ്വന്തം മക്കള് സ്വന്തം മകനെ പോലെ കാണുന്ന ഒരാളെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വേണം നാറ്റിക്കാൻ. അതിനൊരു മനസാക്ഷി ഉണ്ടാവേണ്ടേ രേണു? ആ മനസാക്ഷി വെച്ച് രേണുവിന് ഇത്രയും ചെയ്യാമെങ്കിൽ പിന്നെ ഹൈഡ് ചെയ്യേണ്ട ആവശ്യം എന്താ? അതുകൂടെ അങ്ങ് എക്സ്പോസ് ചെയ്യ്. രേണു പറയുന്നത് എന്റെ മകൻ ഋതപ്പനെ ഓർത്തിട്ട്. ഋതപ്പനെ എന്തിനോർക്കണം? ഋതപ്പൻ ഇപ്പൊ കുഞ്ഞാണ്. ആ കുഞ്ഞിനെ ഓർത്തിട്ട് നിന്റെ വാ നീ അടച്ചു വെക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ നീ തന്നെ ചോദിക്കുന്നുണ്ട്, ക്യാൻസർ പേഷ്യന്റ് ആയ ഞാൻ ചിരിക്കണ്ടേ? ആരാണ് പറഞ്ഞത് ചിരിക്കണ്ടെന്ന്? ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞിട്ടില്ല ചിരിക്കണ്ടെന്ന്. ആരും പറഞ്ഞില്ല ഡാൻസ് ചെയ്യേണ്ടെന്ന്. ആരും പറഞ്ഞില്ല റീൽ ചെയ്യേണ്ടെന്ന്. പക്ഷെ ഇതൊക്കെ നീ എന്താണ് ചെയ്ത് കൂട്ടുന്നതാണ് ആലോചിക്കേണ്ടത്. ആണല്ലോ. നമ്മൾ എന്ത് ചെയ്യുന്നോ നമ്മൾ ചെയ്യുന്നതിനെ പറ്റിയിട്ടായിരിക്കും നമുക്ക് വിമർശനങ്ങളും എത്തുന്നത്. അപ്പം നമ്മൾ മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മളെ വിമർശിക്കും. 100% വിമർശിക്കും. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ രേണു, വളർത്തിയതിന്റെയും കൊടുത്തതിന്റെയും കണക്ക് പറയരുത്. കാരണം ഒരു കൈ ചോറ് നമ്മൾ ഉരുട്ടി അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് ആ ആൾക്ക് അത് കഴിക്കാൻ എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് തൊണ്ടയിലുണ്ടാവുക, ഒന്ന് പ്രയാസപ്പെടുമ്പോൾ അവരത് കഴിക്കുന്നില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുത്തി ആ കൊടുക്കണ കൈ കൊണ്ട് തന്നെ ചെബുക്ക അടിച്ച് പറിച്ചു കഴിഞ്ഞാൽ ആ കൊടുത്തതിന് എന്തെങ്കിലും വിലയുണ്ടോ? ഇല്ല. ഒരു വിലയില്ല അതിന്. ഇപ്പൊ നീയും അത് തന്നെ ചെയ്യണേ. ഈ കൈ നീട്ടി നീ കൊടുത്തിട്ട് നീ ആ പയ്യനെ തല്ലിക്കൊണ്ടേയിരിക്കുക. അപ്പൊ കൊടുത്തത് കൊണ്ട് ഒരു കാര്യമില്ല. പിന്നെ നിന്റെ പൊസിഷൻ രണ്ടാനമ്മ പൊസിഷൻ ആണ്. അപ്പൊ നീ ചെയ്യേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ അവിടെ സ്വന്തം ഇന്ന് പറയുന്ന കിച്ചുവിനെ നീ ട്രീറ്റ് ചെയ്ത കാര്യങ്ങൾ അവിടെ പറയാതിരിക്കുകയായിരുന്നു. കാരണം ഇപ്പം എന്ത് ഗുണം ഉണ്ടായി? ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നു. കാരണം സ്നേഹത്തോട് ചിരിച്ചിട്ടും പിന്നെ ദേഷ്യപ്പെട്ടു, പിന്നെ ചിരിച്ച് ഇതിനൊക്കെ സ്വന്തം ചോരയോടാണ് നീ അത് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം ചോരയിട്ടാണ് ഒരു അടി കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടാ പറയുന്നെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഇത്രയും എന്താ പറയാ ഇത്രയും ഹൈപ്പ് കിട്ടില്ല അതിന്. കാരണം എത്ര പറഞ്ഞാലും അത് അമ്മയും മോനും അല്ലേ, നാളെ അങ്ങ് ഒന്നാവും. പക്ഷെ ഇവിടെ അങ്ങനെയല്ലേ, ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും. അത്രേ ഉള്ളൂ. 2 കയറ് കെട്ടിക്കഴിഞ്ഞാൽ അവിടെ മുഴച്ചിരിക്കും. അല്ലാതെ നോർമൽ കയറ് പോലെ ഇരിക്കില്ല. അത് തന്നെയാണ് സെക്കൻഡ് മദറും അതുപോലെ തന്നെ ഒരു മകനും എന്ന് പറയുന്നത്. നിന്റെ സ്ഥാനം രണ്ടാനമ്മയുടെ സ്ഥാനമാണ്. അപ്പൊ നീ അത് പൊന്നുകൊണ്ട് പുലിശ്ശേരി കെട്ടി എന്ന് പറഞ്ഞാലും ശരി, അതിന് എപ്പോഴും ഒരു ക്വസ്റ്റ്യനിങ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യനിങ് ആക്കം കൂട്ടുന്ന പണിയാണ് രേണു നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കതെല്ലാം അറിയാൻ പറ്റേ. ഇത്രത്തോളം നീ എന്തിന് കിച്ചുവിനെ ടാർഗറ്റ് ചെയ്യുന്നു? ഇപ്പൊ നിനക്ക് റീച്ച് കുറവാണെന്നുണ്ടെങ്കിൽ എത്ര മാർഗങ്ങളുണ്ട് നിനക്ക് റീച്ച് കയറാൻ. ഒത്തിരി മാർഗങ്ങളുണ്ട്. എന്തിന് നീ കിച്ചുവിനെ ടാർഗറ്റ് ചെയ്യുന്നു? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിന്റെ കൂടെ നിന്നവര് നിനക്ക് ഒപ്പമില്ലാത്തതിന് കിച്ചുവോ ആരാണ് ഉത്തരവാദി? നിനക്ക് വയ്യാണ്ടായപ്പോ ഞങ്ങളെ പോലുള്ള ആൾക്കാർ വരെ നിനക്കെതിരെ വീഡിയോ ചെയ്യുന്നത് നിർത്തിയവരാണ്. കാരണം എന്താ? അതൊരു ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു മനസാക്ഷി, അത് നമ്മൾ പരിഗണന എന്നൊക്കെ പറയില്ലേ,
അത് തന്നവരാണ് ഞങ്ങളൊക്കെ എല്ലാവരും. വലിയ വമ്പൻ റിയാക്ഷൻ ടീമുകളൊക്കെ ഉണ്ട്. അവരെല്ലാവരും നിർത്തി. പക്ഷെ പിന്നെയും അവരുടെ വായിൽ കോലിട്ടിട്ട് തോണ്ടി തോണ്ടി കാര്യങ്ങൾ പുറത്തിറക്കുന്നത് രേണു നീയാണ്. അപ്പൊ എന്തിന് ചെയ്യുന്നു എന്നതാണ്. റീച്ച് അല്ലെങ്കിൽ പേയ്മെന്റ് കുറവാണ്, പൈസ കിട്ടുന്നില്ല, യൂട്യൂബിൽ ഹൈപ്പ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് വഴികളുണ്ട്. അതിന് സ്വന്തം പല്ലിന്റെ ഇടയിൽ കുത്തുന്നതല്ല. ഇതിപ്പോ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ രേണു മലന്ന് കിടന്ന് തുപ്പണ്ണേന് തുല്യ. ഇപ്പൊ ഇതിലൂടെ നിനക്ക് എന്ത് കിട്ടുന്നു? നീ പറഞ്ഞു അച്ഛൻ ആ സമയത്ത് എനിക്ക് ക്യാൻസർ ആണ്, എന്റെ ഒപ്പം നിന്ന്. ഒരിക്കലും ഞാൻ പറയുന്നത് അച്ഛൻ നിന്റെ ഒപ്പം നിന്നു എന്ന്. അച്ഛൻ അവസരം മുതലാക്കിയതാ. അന്നത്തെ ആ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം അച്ഛനൊന്ന് അവസരം മുതലാക്കിയതാന്നുള്ളത്. ഫിറോസ് വരുന്നു, ഫിറോസ് ആ വഴക്കുകളൊക്കെ അവസാനിപ്പിച്ചു, സംസാരിച്ചു. അതും മാനുഷിക പരിഗണനയാണ്. എത്ര വഴക്കടിച്ച് ജീവിക്കുന്നവരായാലും ഒരാപത്ത് വരുമ്പോൾ 100% ഓടി വന്ന് ചോദിക്കും, അയ്യോ എന്നാ പറ്റിയേ, ഇപ്പൊ ഓക്കെ ആണോ എന്ന് ചോദിക്കും. അത് അയൽവക്കക്കാരായാലും ശരി, ആരായാലും അതൊരു സാമൂഹിക പരിഗണനയാണത്. അവിടെ ആ ഒരു ചോദ്യം തീരുന്നുണ്ട്. ശരിയാണ്, ആ ഒരു ചോദ്യത്തിൽ ചിലപ്പം നമ്മുടെ ദേഷ്യമെല്ലാം അവിടെ തീരും. എന്ന് വെച്ച് പഴയതുപോലെ എടുത്ത് ഉച്ചിലൊന്നും ആരും വെക്കില്ല. അവർക്ക് അറിയാം അങ്ങനെ ഉച്ചി വെച്ചപ്പോൾ തല്ല് കിട്ടിയവരായതുകൊണ്ട് അവർക്ക് ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറയ്ക്കും എന്ന് പറയുന്നത് പോലെ വീണ്ടും എടുത്ത് ഉച്ചയൊന്നും ആരും വെക്കില്ല. പക്ഷെ സാമൂഹിക പരിഗണന, മാനുഷിക പരിഗണന എന്ന നിലയിൽ എല്ലാ വഴക്കും അവസാനിപ്പിച്ചു വന്ന് സുഖമാണോ, സുഖമായിരിക്കുന്നോ, ഇപ്പൊ എങ്ങനെയുണ്ട്, ഇതിനെ പറ്റിയിട്ട് എല്ലാം അന്വേഷിക്കും. അതിന് ഇത്രയ്ക്ക് വലിയ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നീ ടാർഗറ്റ് ചെയ്യുന്നത് ആരെ? കിച്ചുവിനെ പാട്ടുപാടി. ഞാനൊരു കാര്യം, ഒരു ഇന്റർവ്യൂ നീ നല്ല പൈസ കിട്ടുന്ന നല്ല നിലയിൽ നീ നിന്ന സമയത്ത് നിനക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ നീ പറയുന്നുണ്ട് സുചേട്ടൻ മരിച്ചത് 2002 20 കണ്ടല്ലേ എന്ന് നിനക്ക് ഒരു തരത്തിലും കോൺഫിഡന്റ് ഇല്ലാണ്ട് നീ സംസാരിക്കുന്ന ഒരു സമയത്ത് ആ സമയത്ത് ഇല്ലാത്ത ഓർമ്മയാണ് ഇന്ന് കീമോ കഴിഞ്ഞ നിനക്ക് വരുന്ന ഓർമ്മ. കിച്ചുവിനെ ഓർത്ത് നീ പാടുന്ന പാട്ട്. വെയിറ്റ് ചെയ്യ്, ഞാൻ വെച്ച് തരാമേ. ശരിയാത്തില്ല കൈവളർന്നും മെയ് വളർന്നും കണ്ണണിയോ തീർന്നതല്ലേ നിൻ തിരിയും നിൻമൊഴിയും പുലരി നിലാവാൻ പൂന്നതല്ലേ. അങ്ങനെ ഞാൻ നോക്കിയാണ് ആ കൊച്ചിനെ. ആ കൊച്ചാണിപ്പം വലുതായിട്ട് ആ കൊച്ചാണിപ്പം വലുതായി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു നിന്റെ അടുത്ത്? നീ അങ്ങനെ നോക്കി എന്നൊക്കെ പറയുവോ? എന്റെ പൊന്നു രേണു, നിനക്ക് പാട്ട് പാടാൻ ഇത്രയും നല്ല കഴിവുണ്ടായിരുന്നോ കൊച്ചേ? എന്നിട്ടാണോ നീ ഇമാതിരി പേക്കോലും കുത്തി ആൽബത്തിലും അഭിനയിച്ച് നടന്നത്? നിനക്ക് ഇതുപോലെ എത്ര നല്ല കഴിവുള്ള നിനക്കൊരു അയ്യോ എന്റെ പൊന്നേ, ഒന്ന് പാട്ട് പാടാനാണോ പറ്റാതിരുന്നേ? ഇപ്പോഴും കേട്ടല്ലോ, കിച്ചുവിനെ പറ്റി ഓർക്കുമ്പം വരുന്ന പാട്ടാണ്. അതുപോലും അവനിട്ട് കുത്താനാണ് ഉപയോഗിക്കുന്നത്. അടുത്ത കുത്ത് ഞാൻ കേൾപ്പിച്ചു തരാം. ക്യാൻസർ ആയി കഴിഞ്ഞപ്പോ എനിക്ക് ഒന്നും വേണ്ട, എന്നെ ഒന്ന് വിളിക്കണോന്ന് ഞാൻ ആഗ്രഹിച്ചു. അമ്മ അല്ലെങ്കിൽ സ്നേഹത്തോട് അവനൊന്ന് വന്ന് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ഇത് പറയത്തില്ല. ഞാൻ ഒത്തിരി അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ പറയത്തില്ല, ഒന്നും പറയത്തില്ലായിരുന്നു. എന്റെ പൊന്ന് രേണു, സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ പറയണ്ടേ? ഇതിപ്പം ഈ 2 വീഡിയോ ഇന്റർവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒരു ഒറ്റ ഇന്റർവ്യൂ ആണ്, അതിൽ ഫുൾ എടുത്ത് നോക്കിയാൽ കിച്ചുവിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിനകത്ത് പറയുന്നുണ്ട് ബിഗ് ബോസിൽ പോട്ടെ ഞാൻ കാണുന്നില്ലല്ലോ, എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ, എന്തേ കണ്ട കണിക്കൂരി പിടിക്കുവോ? അങ്ങനെയൊന്നും അല്ലോണ്ടോ, അങ്ങനെയൊന്നും അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണില്ല, ഞാൻ കാണില്ല. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ അത് കാണരുത്, അവനെ സപ്പോർട്ട് ചെയ്യരുത്. പറയാതെ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത്. സ്വന്തം മകൻ എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയാ, ഒരു അയൽവക്കക്കാരൻ ചെറുക്കനെ കൊടുക്കുന്ന ഒരു പരിഗണന പോലും കൊടുക്കാതെ അതിനെ ഇങ്ങനെ പിച്ചി ചീന്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഓരോ ഇന്റർവ്യൂവും പോയി കണ്ടു നോക്കും, ഓരോ ഇന്റർവ്യൂവും പോയി നോക്ക്, കിച്ചു എപ്പോഴാണ് പ്രതികരിക്കുന്നതെന്ന്. കിച്ചു സാധാരണ പ്രതികരിക്കാറേ ഇല്ല. അങ്ങ്
അറ്റത്തെത്തുമ്പോ ആ ചെറുക്കന്റെ കൈപിടിന്ന് പോകുമ്പോഴാണ് ആ ചെറുക്കൻ പ്രതികരിക്കുന്നത്. നിന്നെ പറ്റിയിട്ട് എനിക്ക് പലതും അറിയാം, ഞാൻ പലതും പുറത്തു വിടും എന്നും പറഞ്ഞ് അതിനെ ബ്ലാക്ക്മെയിൽ ചെയ്തപ്പോഴാണ് ഒരു ലൈഫ് സ്റ്റോറി അത് വന്ന് പറഞ്ഞത്. ആ ലൈഫ് സ്റ്റോറി വന്ന് പറഞ്ഞ ശേഷമോ ഇതൊന്നും അല്ല എന്ന് പറഞ്ഞ് അടുത്തത് വന്നു. അതായത് ഇന്റർമീനിങ് ആയിട്ടാ പറഞ്ഞത്. അവൻ എന്നോട് മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയാതെ പറയുന്ന പല പോർഷൻസ് ഉണ്ടായിട്ടുണ്ട്. ചോദിക്കുമ്പോ അല്ല, പക്ഷെ അവൻ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറി. അതെന്ത് മോശം? അതെനിക്ക് പറയാൻ പറ്റില്ല, ആൾക്കാരുടെ മുന്നിൽ എനിക്കത് പറയാൻ പറ്റും. എടാ ഇപ്പൊ ഇത്രയും പറയാൻ പറ്റുമെങ്കിൽ ബാക്കി അതുകൂടെ പറഞ്ഞ എന്താ എന്റെ രേണു കുഴപ്പം? അപ്പം ഇത് ആ പയ്യനെ മനഃപൂർവ്വം, ഇപ്പം സ്വന്തം ആയിക്കോട്ടെ, സ്വന്തം ഉദരത്തിൽ നിന്ന് ജന്മം കൊടുത്ത ഒരു മകനായിക്കോട്ടെ, ഒരു മകളെ ആയിക്കോട്ടെ, ഇത്രയും പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെ എന്താ പറയാ ആദിച്ച് ആക്ഷേപിക്കുമ്പോ സ്വന്തം ചോര ക്ഷമിക്കില്ല. പിന്നാണോ ചോര പോലും വരാത്ത മറ്റൊരു കുട്ടി? അത് അമ്മേന്ന് വിളിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അതിനോട് ഇവര് കാണിച്ച കൊള്ളരുതായ്മ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ റിക്കവർ ആയി ആ കൊച്ചിന്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോവാണ്. പിന്നെ രേണു പറയുന്നുണ്ട്, രേണുവിന് എല്ലാവരും ഉണ്ട്. പിന്നെ എന്തിനാ ആ പയ്യന്റെ പുറകെ പോണം? അതിനെ അതിന്റെ വഴിക്ക് വിട്. അവൻ പോട്ടെ. അവൻ അവന്റേതായ അവന്റെ അച്ഛമ്മയുടെ കൂടെയോ അല്ലെങ്കിൽ വല്യമ്മയുടെ കൂടെ ആരുടെ കൂടെ വെച്ചാൽ അവൻ പോട്ടെ, അവൻ പഠിക്കട്ടെ, അവൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ, ബിഗ് ബോസിൽ പോട്ടെ, എന്തും പോട്ടെ. ഈ ടൈമിൽ രേണു എന്താണ് ചെയ്യേണ്ടത്? ഇതിപ്പോ കിച്ചു ബിഗ് ബോസിൽ പോകുന്നതിന്റെ ചുരുക്കാണെന്നുള്ളത് 100% നമുക്ക് ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും. ഈ ഇന്റർവ്യൂ മൊത്തം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഭ്രാന്തി കയറിപ്പോം. എന്തെല്ലാം വെട്ടരത്തരങ്ങളെ വിളിച്ച് പറയണേന്നറിയാമോ? അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ഒരു പർട്ടിക്കുലർ പേഴ്സണെ എയിം ചെയ്തുകൊണ്ട് മാത്രം ജീവിക്കുകയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി, അല്ലെങ്കിൽ ആ വ്യക്തിനെ അടിച്ച് തറയിടാൻ വേണ്ടി മാത്രമാണ് രേണുവിന്റെ ഒരു ഇന്റർവ്യൂ എന്നും, തന്റെ കെട്ടുപോയ അല്ലെങ്കിൽ അണഞ്ഞുപോയ തന്റെ താരപദവി തിരിച്ചു, കാരണം ഒരു പഴയ ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ സെലിബ്രിറ്റി ആണല്ലോ എന്ന്. അപ്പൊ ആ സെലിബ്രിറ്റി പദവിയിലേക്ക് തിരിച്ച് എത്തുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഇപ്പോഴത്തെ തന്റെ ഒരു അവസ്ഥയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചും പറ്റുന്ന രീതിയിൽ വീഡിയോ ചെയ്തും ഏണിങ്സ് ഉണ്ടാക്കിയും ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടി, അതായത് ആ രോഗത്തിൽ നിന്നും മുക്തി നേടി വന്നിട്ടാവാം, എന്നിട്ട് പോരെ ഈ ഒരു വാക്പോരും കാര്യങ്ങള്. ഓൾറെഡി പറയുന്നുണ്ട്, ഈ കയ്യിൽ എനിക്ക് പിന്നെ എന്താ പറയാ പിക്ലൈൻ ഇട്ട് ഇൻഫെക്ഷൻ ആയി, എന്നിട്ടാണ് ഇങ്ങോട്ട് മാറ്റിയത്. എടാ അപ്പൊ ഇൻഫെക്ഷൻ ആവുന്ന അന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു. കാരണം വെച്ചാൽ അമ്മാതിരി എന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ കിടന്ന് കാണിക്കുക. എന്നിട്ട് പറയാം ഡോക്ടർ പറഞ്ഞു പോലും മൂവ് ചെയ്യണം. മൂവ് ചെയ്യണമെന്നുണ്ട്, മൂവ് ചെയ്യരുതെന്നല്ല, മൂവ് ചെയ്യണം, അല്ലെ ബ്ലഡ് ക്ലോട്ട് ആവും, അത് ചെയ്യണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് എന്തോന്നത്? അങ്ങനൊന്നും കാണിക്കണമെന്നില്ല. അത് എല്ലാത്തിനും ഒരു തിയറിയും എല്ലാത്തിനും ഒരു പ്രാക്ടിക്കലും എല്ലാം ഉണ്ടെന്നേ. അപ്പൊ ഇതൊരു പ്രഹസനമെന്നോ അല്ലെങ്കിൽ എന്താ അറ്റൻഷൻ സീക്കർ എന്നൊക്കെ ചോദിച്ചാൽ അതിന്റെയൊക്കെ പീക്കിലാണ് ഈ പുള്ളിക്കാരി. അതായത് പിന്നെ പട്ടി തൊട്ട് പുല്ല് തിന്നുകയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല, നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഏതൊക്കെയാ ഒരു അവസ്ഥയാ. വേണ്ട ഞാൻ വെച്ചതാ. പിന്നെയും പുള്ളിക്കാരിയുടെ ഇന്റർവ്യൂ കാണുമ്പോണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ തിളച്ചു പോകും. എന്തിന്? സെക്കൻഡ് ഇന്റർവ്യൂ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പുള്ളിക്കാരിയുടേതായ ഒരു ഇന്റർവ്യൂ ആയിരിക്കും തരുന്നത്. ഇത് പുള്ളിക്കാരിയുടെ ഇന്റർവ്യൂ ഒന്നും അല്ല, ഇത് മറ്റൊരാളെ അടിച്ച് തറയിലിട്ട് ചവിട്ടി കൂട്ടി ഉപ്പിലിട്ട് വെക്കാനാണെന്നുള്ള കാര്യം അത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പൊ എനിവേ, നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച നടത്തിയിട്ട് വലിയ കഥയൊന്നുമില്ല. കാരണം എനിക്ക് തോന്നുന്നു ഷെബീന വീണ്ടും പുതിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാ തെളിവുകളോടുകൂടി ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും മനസ്സിലാകാൻ പറ്റും കൂടുതൽ. കാരണം പുള്ളിക്കാരിക്ക് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് എന്തെങ്കിലുമൊക്കെ അറ്റം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ തെളിവൊക്കെ കൊണ്ടുവന്ന് മുന്നിൽ സംസാരിക്കണം നിർബന്ധമുള്ള ഒരു കൂട്ടത്തിലാന്ന് പറയുന്നത് കേട്ടു. ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ ഷെഫീനയുടെ എല്ലാ വീഡിയോയ്ക്കും സപ്പോർട്ടൊന്നും അല്ല. ചില വീഡിയോയ്ക്ക് ചില കാര്യങ്ങളിൽ എനിക്ക് പേഴ്സണലി ഓക്കെ എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഉള്ളൂ. എന്നുവെച്ചാൽ എല്ലാ വീഡിയോക്കൊന്നും ഞാൻ പുള്ളിക്കാരിക്ക് സപ്പോർട്ട്, പുള്ളിക്കാരുടെ ചിന്താഗതിക്ക് നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യകതയില്ല. എനിക്കത് ഓക്കെ തോന്നുന്ന, എനിക്കത് ശരിയാണെന്ന് തോന്നുമ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പം ഇപ്പൊ ഇതിനെല്ലാം ഞാൻ പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്തില്ല. പുള്ളിക്കാരി തെളിവ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു ഒത്തുകളിയാന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒന്ന് പോയി കാണാം. അപ്പൊ പറഞ്ഞ പോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടേതായ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമന്റിലൂടെ രേഖപ്പെടുത്തുക. തെറി, കൊട്ടേഷൻ, ചീത്തവിളി, തന്തയ്ക്ക് വിളി ഇതൊന്നും ഇവിടെ എടുക്കത്തില്ല. അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് കമന്റിൽ ഞാൻ പ്രതികരിക്കാനും വരുന്നില്ല. എനിക്കതിനൊട്ട് സമയവും ഇല്ല. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്ത്
എന്നെ പോലെ ചെറുകിട ചാനലിനെ ഒന്ന് വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം ശുഭം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് നൈറ്റ്.